പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കടലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു അപൂർവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഗുജറാത്തിലെ വഡോദരയുടെ പ്രാന്തപ്രദേശമായ അറബിക്കടലിന്റെയും കമ്പായ് ഉൾക്കടലിന്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് സ്തംഭേശ്വർ ക്ഷേത്രം. കടലിൽ അപ്രത്യക്ഷമാവുകയും വീണ്ടും വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നതുമായ അപൂർവ പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രമായതിനാൽ ഏവരെയും അതിശയിപ്പിക്കുന്നു. ഏകദേശം 150-ലധികം വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം. വേലിയേറ്റ സമയങ്ങളിൽ ക്ഷേത്രം പൂർണ്ണമായും കടലിൽ മുങ്ങുകയും വേലിയിറക്കത്തിൽ കടലിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യും. എല്ലാ ദിവസവും കടലിൽ മുങ്ങിപ്പോവുകയും വീണ്ടും പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ശിവക്ഷേത്രമായതിനാൽ ഇന്ത്യയിലെ അപ്രത്യക്ഷമാകുന്ന ശിവക്ഷേത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. വേലിയിറക്കത്തിൽ ക്ഷേത്രം പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളത്. ഈ ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യം 18 പുരാണങ്ങളിൽ ഒന്നായ സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ശാന്തവും സമാധാനപരവുമായ ചുറ്റുപാടിൽ ധ്യാനിക്കാനും കഴിയും. വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാനും പ്രകൃതിയോടടുത്തിരിക്കാനും കടലിൽ ആർത്തിരമ്പുന്ന ശബ്ദം ആസ്വദിക്കുവാനും നിരവധി പേരാണ് നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. അസുരനായ താരകാസുരൻ ഭഗവാൻ പരമേശ്വരന്റെ പരമഭക്തനായിരുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ആയി താരകാസുരൻ തപസ് ചെയ്തു. അതിൽ സംപ്രീതനായ ഭഗവാൻ താരകാസുരന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു. തനിക്ക് അമരത്വം വേണമെന്ന് താരകാസുരൻ പറയുന്നു. എന്നാൽ അമരത്വം തരാൻ സാധിക്കില്ലെന്നും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നും അതുകൊണ്ട് മറ്റൊരു വരം ചോദിക്കാനും ഭഗവാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങയുടെ 6 ദിവസം മാത്രം പ്രായമുള്ള പുത്രനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാൻ സാധിക്കരുത് എന്ന വരം തരാൻ താരകാസുരൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നു. വരം ലഭിച്ച താരകാസുരൻ അഹങ്കാരിയായി തീർന്നു. അവൻ 3 ലോകങ്ങളിലും നാശം സൃഷ്ടിച്ചു. ഇതിന് അറുതി വരുത്താൻ ഭഗവാൻ പരമേശ്വരൻ തന്റെ 3-ാം കണ്ണിലെ ജ്വാലയിൽ നിന്ന് കാർത്തികേയനെ സൃഷ്ടിച്ചു. കാർത്തികേയൻ താരകാസുരനെ വധിക്കുകയും ചെയ്തു. താരകാസുരനെ വധിച്ച സ്ഥലത്ത് ഭഗവാൻ പരമേശ്വരനോടുള്ള ഭക്തി നിമിത്തം കാർത്തികേയൻ സ്ഥാപിച്ച ശിവലിംഗമാണ് സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു.